ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗായ്സ് ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ അഡ്വഞ്ചർ 390 റാലിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 3 കാര്യങ്ങളാണ്. എനിക്കറിയാം നിങ്ങൾ കുറേ അഡ്വഞ്ചേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ നല്ല വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. മെയിനായിട്ട് നമ്മൾ 3 കാര്യങ്ങൾ ഈ വണ്ടിക്കകത്ത് നോക്കുന്നുള്ളൂ. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുക്കണോ വേണ്ട എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു റാലി വേരിയൻ്റാണ്. നമ്മുടെ ബാക്കിയുള്ള നോർമൽ വേരിയൻസ് വെച്ച് നോക്കുമ്പം ഈ റാലിക്കകത്ത് എന്തൊക്കെയാണ് പ്രത്യേകത വന്നേക്കുന്നത്, അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏകദേശം 80,000 രൂപ കൂടുതലാണ് ബേസ് മോഡൽ വെച്ച് നോക്കുമ്പം ഈ മോഡലിന്. ആ 80,000 രൂപ അധികം കൊടുത്ത് ഈ വണ്ടി എടുക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഒരു ജനറൽ റിവ്യൂ. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയ്ക്കകത്ത് തന്നെ പോകാം. ഇതിനകത്ത് വന്നേക്കുന്ന പ്രത്യേകത എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇതിനകത്ത് ആദ്യം തന്നെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നുണ്ട്, പിന്നെ സ്പോക്ക് വീൽസും വരുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം. നേരത്തെ അലോയ് സെറ്റപ്പ് മാറ്റിയിട്ട് ഇതിനകത്ത് ഇപ്പോൾ സ്പോക്ക് വീൽസ് വന്നേക്കുന്നത്. ആ ഒരു അലോയ്സിനകത്താണെങ്കിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു ഹാർഡ് കോർ ഓഫ് റോഡറൊക്കെ ആണെങ്കിൽ നമുക്ക് അത് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലായിരുന്നു. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നില്ല, സ്പോക്ക് വീൽസും വരുന്നില്ല. സ്പോക്ക് വീൽസ് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ കുറേയും കൂടെ റഫായിട്ട് നമുക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഇമ്പാക്റ്റ് നമുക്ക് വണ്ടിക്കകത്ത് കൊടുക്കാൻ പറ്റും. ഇൻ കേസ് എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്കിത് റിപ്പയർ ചെയ്യാൻ ഈസിയാണ്. ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഈ സ്പോക്ക് വീൽസിൻ്റെ സെറ്റപ്പ്. അതേസമയം അലോയ് നോക്കുന്ന ടൈമിൽ അലോയ് അങ്ങനെയല്ല. അലോയ് എന്തെങ്കിലും ബെഞ്ചോ ചെറിയ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മുടെ എയർ ലീക്കായി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അലോയ് ഫുള്ളായിട്ട് മാറേണ്ടി വരും. ഇതിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പി ജസ്റ്റ് ഒന്ന് മാറിയോ അതിൻ്റെ കോട്ടം പിടിക്കുക അങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ മതി. ചെറിയ പൈസയ്ക്കകത്ത് നമുക്ക് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ വന്നേക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. ഈ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വന്നേക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ റൈഡറിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് സസ്പെൻഷൻ ട്യൂൺ ചെയ്യാൻ പറ്റും. നമുക്ക് പറ്റുന്ന ഒരു രീതിയിലേക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സസ്പെൻഷൻ യൂണിറ്റാണ് കേട്ടോ അതിനകത്ത് വന്നേക്കുന്നത്. ലെഫ്റ്റ് സൈഡ് കംപ്രഷൻ, റൈറ്റ് സൈഡ് റീബൗണ്ട് വന്നേക്കുന്നത്. കംപ്രഷൻ എന്താ, റീബൗണ്ട് എന്താണെന്നൊക്കെ ഞാൻ ഓടിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഫ്രണ്ട് നോക്കുന്ന ടൈമിൽ ഇതിനകത്ത് DRLും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന പിന്നെ വൈസർ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള മാറ്റങ്ങൾ തോന്നുന്നത് നമ്മുടെ ഈ സ്പോക്ക് വീൽസിൽ തന്നെ കേട്ടോ. ഈ സ്പോക്ക് വീൽസ് വേറൊരു പ്രശ്നമുണ്ട്. ഇത് സ്പോക്ക് വീൽസ് വിത്ത് ട്യൂബ്ലെസ് ടയേഴ്സ് അല്ല, ഇതിനകത്ത് ട്യൂബുണ്ട്. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും പഞ്ചറോ കാര്യങ്ങളൊക്കെ വന്നാൽ തന്നെ നമുക്ക് പഞ്ചർ സോൾവ് ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണ്. പക്ഷേ അലോയ് സെറ്റപ്പിനകത്ത് അതിൻ്റെ പ്രശ്നമില്ല. അലോയ്ക്കകത്ത് ട്യൂബ്ലെസ് ടയേഴ്സ് വന്നേക്കുന്നത്, ഇതിനകത്ത് ട്യൂബുണ്ട്. അങ്ങനൊരു വ്യത്യാസമുണ്ട്. പിന്നെയുള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ കളർ തന്നെയാണ്. ഈ കളർ എന്ന് വെച്ചാൽ ഡക്കാർ റാലിയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഈ കാണുന്ന ഓറഞ്ചും ബ്ലാക്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് വെച്ചാൽ ലോവർ RPM വണ്ടി ഓടിക്കാൻ അധികം സുഖമില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ആ നേരത്തെ 390 എൻജിൻ്റെ ക്യാരക്ടർ അങ്ങനെ അതേ ഒരു ക്യാരക്ടർ തന്നെ ഇതിനകത്തും വന്നേക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം റീട്യൂൺ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ ഹെഡിൻ്റെ ഭാഗത്തുള്ള വൈബ്രേഷൻ കണ്ടില്ലേ, അത് നമ്മൾ ചെറിയ RPM വണ്ടി ഓടിക്കുന്ന ടൈമിൽ അങ്ങനെ നമുക്ക് ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ തോന്നും കേട്ടോ. ഇനി ഞാനിതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഈ റീബൗണ്ടിൻ്റെയും കംപ്രഷൻ്റെ. ഇപ്പം നമ്മൾ നല്ലൊരു ജമ്പ് എടുക്കും. ജമ്പ് എടുക്കുന്ന ടൈമിലാണെങ്കിൽ ജമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ലാൻഡ് ചെയ്യത്തില്ല. ആ ടൈമിൽ നമ്മുടെ ടയറും റോഡുമായിട്ടുള്ള കോണ്ടാക്ട് പാച്ച് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻപുട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കാൻ പറ്റത്തില്ല. ആ ടൈമിൽ നമുക്ക് ഒരു അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണെങ്കിൽ നമ്മുടെ റീബൗണ്ടും കംപ്രഷനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതുകൊണ്ട് ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നേരത്തെ കൂടെ നമ്മുടെ വണ്ടിക്കകത്ത് ട്രാക്ഷൻ കിട്ടുന്നതാണ്. എന്ന് വെച്ചാൽ ആ കോണ്ടാക്ട് പാച്ച് നമുക്ക് നിലനിർത്താൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻപുട്സ് കൊടുത്ത് അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയബിളായിട്ടുള്ള റൈഡ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ബാക്കിയുള്ള അഡ്വഞ്ചർ 390 വെച്ച് നോക്കുമ്പോൾ ഇതിന് ഏകദേശം 80,000 രൂപ കൂടുതലല്ല നമ്മുടെ അഡ്വഞ്ചർ X വെച്ച് നോക്കുമ്പോൾ. അത് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് അഡീഷണൽ കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്പോക്ക് വീൽസും അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും, പിന്നെ ആണെങ്കിൽ ഈ TFT ഡിസ്പ്ലേ, പിന്നെ ആണെങ്കിൽ ഇലക്ട്രോണിക്സ്. ഇതിനകത്ത് കോർണറിങ് ABS വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, സ്വിച്ച് ഷിഫ്റ്റർ വരുന്നുണ്ട്, ഓട്ടോ ബ്ലിപ്പർ വരുന്നുണ്ട്. 80,000 രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. പൈസ കൊടുത്ത് ഇത്രയും കാര്യങ്ങൾ വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ഹാർഡ് കോർ ഓഫ് റോഡർ ആണെങ്കിൽ മാത്രം ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചാൽ മതി കേട്ടോ. അല്ലാത്ത പക്ഷേ ഈ വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ അത്യാവശ്യം നല്ല ഫണ്ട് കിട്ടുന്നുണ്ട്.
എക്സ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന ടൈമിൽ എക്സിനകത്ത് ഇലക്ട്രോണിക്സ് ഒന്നും വരുന്നില്ല, ഇതിനകത്ത് എല്ലാ തരം ഇലക്ട്രോണിക്സും വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് വേരിയൻസ് വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് വെച്ചാൽ ഇത് മെയിനായിട്ട് കമ്പയർ ചെയ്യണ്ടേ. അത് വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ അതെടുക്കണോ ഇതെടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും തമ്മിൽ ഏകദേശം 20,000 റുപ്പീസിൻ്റെ വ്യത്യാസം എന്തുണ്ട്. അത്യാവശ്യം നല്ലോണം ഓഫ് റോഡൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് ഓഫ് റോഡിങ് ഒക്കെ പോകണം, ഹാർഡ് കോർ ഓഫ് റോഡിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി കേട്ടോ. അല്ലാത്ത പക്ഷം ഞാൻ പറയുന്നത് ഈ വണ്ടി എടുക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു റൈഡറിനും പറ്റിയൊരു വണ്ടി കേട്ടോ. ഈ സ്പോക്ക് വീൽസ് വന്ന ടൈമിൽ എനിക്ക് ഒരു നെഗറ്റീവ് ഉണ്ട് പറയാനായിട്ട്. മെയിനായിട്ടുള്ള നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ സ്പോക്ക് വീൽസ് ആണെങ്കിൽ പോലും ഇതിനകത്ത് ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നില്ല. ഇൻ കേസ് നിങ്ങളൊരു ലോങ് റൈഡ് പോവുക, ഒരു പഞ്ചറൊക്കെ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. ഇത് ഫുള്ള് അഴിച്ചിട്ട് വേണം ഇടാൻ. ഇതിനകത്ത് ABS വരുന്നുണ്ട്. ആ ABS നല്ലോണം നോക്കി ഒക്കെ വേണം ഇടാൻ. ഡിസ്ക് ബ്രേക്കാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഈ ട്യൂബ്ലെസ് ടയേഴ്സ് വരാത്തതുകൊണ്ട്. വേണ്ട കോൺട്ര ചെയ്യാനാണെങ്കിലും വണ്ടി കിടില്ല കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ഒരു സെറ്റിങ്സിനകത്ത് വണ്ടിയാണെങ്കിൽ ചെയ്ത് വെച്ചേക്കുന്നത്. കോൺട്ര ചെയ്യുന്ന കണ്ടില്ല, കോൺട്ര ചെയ്യാനൊക്കെ വേറെ ലെവലാണ് കേട്ടോ വണ്ടി. എന്നുവെച്ചാൽ ഈ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വന്നുകൊണ്ട് ഇത്രയും നമുക്ക് കിടിലായിട്ട് കോൺട്ര ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇതിന് ജനറലായിട്ടുള്ള റിവ്യൂയിലേക്ക് പോവാം. ജനറലായിട്ടുള്ള റിവ്യൂ നോക്കുന്ന ടൈമിൽ വണ്ടിയുടെ ഒരു റൈഡ് ഫീൽ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു എഞ്ചിനാട്ടോ. അത്യാവശ്യം നല്ല കിടിലുമായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു എഞ്ചിനാന്ന് വേണമെങ്കിൽ പറയാം. ക്ലച്ച് ഫീൽ നോക്കുന്ന ടൈമിൽ ക്ലച്ച് ഫീലൊക്കെ നല്ല കിടിലുമായിട്ട് ലൈറ്റായിട്ടുള്ള ഒരു ക്ലച്ച് കേട്ടോ. നേരത്തെ KTMൻ്റെ ക്ലച്ച് ഫീലൊന്നും അല്ല ഇപ്പോൾ ഭയങ്കരമായിട്ട് ലൈറ്റായിട്ടുള്ളൊരു ക്ലച്ച് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഫീൽ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ബൈറ്റ് വരുന്ന ഒരു ബ്രേക്ക് കേട്ടോ. ഇൻഫാക്റ്റ് ഈ പർട്ടിക്കുലർ വണ്ടിയുടെ ബ്രേക്ക് ചെറിയൊരു ഷോക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ ഓടിച്ച അഡ്വഞ്ചർ 3 ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ കിടിലുമായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സെറ്റപ്പ് കേട്ടോ അതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് വയ്ക്കാലും കിടിലും ബൈറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്, ഓട്ടോ ബ്ലിപ്പർ വരുന്നുണ്ട്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 855 mm കേട്ടോ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അന്നെങ്കിൽ പോലും നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടു നടക്കാവുന്നേ ഉള്ളൂ. എൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം 5.5 അത് വെച്ചിട്ട് എനിക്ക് സിമ്പിളായിട്ട് വണ്ടി കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. വണ്ടിയുടെ ഭാഗത്തുനിന്ന് വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് കൊണ്ടു കിടക്കാം കേട്ടോ. നമുക്ക് നല്ലൊരു യൂട്ടേൺ എടുക്കാനായാലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ത്രോട്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വണ്ടി കൊണ്ടു കിടക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ ഭാഗത്ത് യാതൊരു പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബായ്.